ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ലോക്ക് ചാറ്റ് എല്ലാം ഹൈഡ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനെ കുറിച്ചെല്ലാം പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ ആ ഒരു വീഡിയോയിൽ ഒരുപാട് പേർ ഇതിൽ 3 ഡോട്ട് കാണുന്നില്ല എന്നെല്ലാം പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ബേറ്റ വേർഷൻ എല്ലാം യൂസ് ചെയ്യുന്നവർക്കാണ് ആ ഒരു ഓപ്ഷൻസ് എല്ലാം ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് എല്ലാം അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫീച്ചർ എല്ലാം കാണാൻ സാധിക്കും. ഒരുപാട് പേർക്ക് നിലവിൽ ഈ ഒരു ഫീച്ചർ ലഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് വാട്സപ്പിൽ ലോക്ക് ചാറ്റ് എല്ലാം യൂസ് ചെയ്യുന്നത്, അതുപോലെ എങ്ങനെ ലോക്ക് ചാറ്റ് നമുക്ക് ഹൈഡ് ചെയ്യാം, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ചാറ്റ് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഏത് ചാറ്റാണോ ലോക്ക് ചെയ്യേണ്ടത് ആ ഒരു ചാറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിന് താഴെയായി നിങ്ങൾക്ക് ഇവിടെ ചാറ്റ് ലോക്ക് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇവിടെയാണ് നമ്മൾ ചാറ്റ് ലോക്ക് എല്ലാം ഓൺ ചെയ്യുക. അതിനാൽ തന്നെ നമുക്ക് ഇവിടെ ഇത് എനേബിൾ ചെയ്യാം. അതിനുശേഷം കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ഈ ഒരു ഫിംഗർ പ്രിൻ്റ് എല്ലാം ഇവിടെ കൊടുക്കാൻ പറയുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മൾ ഇത് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബാക്ക് ചെയ്യാം. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ആ ഒരു ചാറ്റ് ഇവിടെ നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ നിന്നും പോയിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഇവിടെ ലോക്ക് ചാറ്റ് എന്ന് വന്നിരിക്കുന്നത് കാണാം. അതായത് ഇത് താഴേക്ക് ഡ്രാഗ് ചെയ്യുമ്പോഴെല്ലാം നമ്മൾ ഇങ്ങനെ ലോക്ക് ചെയ്തിരിക്കുന്ന ചാറ്റുകൾ ഇതെല്ലാം കാണാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ ലോക്ക് ചാറ്റ് എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മുടെ ഫിംഗർ പ്രിൻ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പാറ്റേൺ എല്ലാമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പാറ്റേൺ, അല്ലെങ്കിൽ പാസ്വേഡ് എല്ലാമാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ പാസ്വേഡ്, ഇതെല്ലാം എൻ്റർ ചെയ്യുമ്പോൾ ഈ ലോക്ക് ചാറ്റ് ഓണായി വരും. എന്നാൽ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ വാട്സപ്പ് എല്ലാം എടുക്കുന്നവർക്ക് ഇത്തരത്തിൽ ലോക്ക്ഡ് ചാറ്റ് എന്ന് അവർക്ക് ഇത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ നമ്മൾ ലോക്ക് ചെയ്ത് ആരോടെല്ലാമോ ചാറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മറ്റുള്ളവർക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ലോക്ക് ചാറ്റ് എന്നത് ഇവിടെ വരേണ്ട, അല്ലെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് കാണാൻ പാടില്ല. ഇത് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കണമെങ്കിൽ ഇതിനായി ഇപ്പോൾ വാട്സപ്പ് ലോക്ക് ചാറ്റിൽ ഒരു പുതിയ ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് എന്ന് നോക്കാം. ഇതിനായി വീണ്ടും ഞാൻ ഇവിടെ ലോക്ക് ചാറ്റ് എല്ലാം ഓൺ ചെയ്യുകയാണ്. ഇത്തരത്തിൽ ഞാൻ ഈ ലോക്ക് ചാറ്റ് ഓൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഞാൻ ഒരു ചാറ്റ് ലോക്ക് ചെയ്ത് വച്ചിട്ടുണ്ട്. അതിന് മുകളിലായി ഇവിടെ ഒരു 3 ഡോട്ട് എല്ലാം വന്നിരിക്കുന്നത് കാണാം. നേരത്തെ എൻ്റെ ഒരു വീഡിയോയിൽ ഈ 3 ഡോട്ട് കാണുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അത് ഞാൻ ബേറ്റയിൽ ആണ് ആ ഒരു കാര്യം പറഞ്ഞിരുന്നത്. ഇത്തരത്തിൽ ബേറ്റ എല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 ഡോട്ട് കിട്ടുമെന്നാണ് ഞാൻ മെൻഷൻ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു 3 ഡോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ടാപ്പ് ചെയ്യുക. അതിൽ നിന്നും നിങ്ങൾക്ക് ചാറ്റ് ലോക്ക് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ ഈ ചാറ്റ് ലോക്ക് സെറ്റിങ്സ് എന്നത് ഓൺ ചെയ്യുമ്പോൾ ഹൈഡ് ലോക്ക്ഡ് ചാറ്റ്സ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മൾ ലോക്ക് ചെയ്തു വച്ചിരിക്കുന്ന ചാറ്റ് ഇപ്പോൾ ഹൈഡ് ചെയ്യാം. ഇതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് എനേബിൾ ചെയ്യുക. ഇങ്ങനെ എനേബിൾ ചെയ്യുമ്പോൾ നമ്മളോട് ക്രിയേറ്റ് സീക്രട്ട് കോഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു സീക്രട്ട് കോഡ് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ലോക്ക് ചാറ്റ് എല്ലാം ഇതെല്ലാം ഹൈഡ് ചെയ്യുന്നത്. അതിനായി നമുക്കിവിടെ ക്രിയേറ്റ് സീക്രട്ട് കോഡ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു സീക്രട്ട് കോഡ് എല്ലാം കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഇവിടെ 1 2 3 4 5 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്രകാരം കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്തു. അപ്പോൾ വീണ്ടും ഇതുപോലെ സീക്രട്ട് കോഡ് ഒരു തവണ കൂടി എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അതിനാൽ തന്നെ ഞാൻ അത് വീണ്ടും എൻ്റർ ചെയ്തതിന് ശേഷം ഡൺ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഹൈഡ് ലോക്ക്ഡ് ചാറ്റ്സ് എന്നത് എനേബിളായി. അതുപോലെ സീക്രട്ട് കോഡ് എന്ന് താഴത്ത് വന്നിരിക്കുന്നത് ഇത് ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കാര്യം ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ നമ്മുടെ ചാറ്റ് ഓപ്ഷനിൽ പോകുമ്പോൾ ഇവിടെ ഒരു ചാറ്റും തന്നെ കാണുന്നില്ല. അതായത് നമ്മുടെ ലോക്ക് ചാറ്റ് ഒന്നും തന്നെ ഇവിടെ കാണുന്നില്ല. എന്നാൽ നമ്മൾ കുറച്ച് പേരെ എല്ലാം ഇങ്ങനെ ലോക്ക് ചാറ്റ് എല്ലാം ചെയ്തു വച്ചാലും ഇവിടെ അതൊന്നും ഇനി കാണിക്കില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലോക്ക് ചാറ്റ് ഓപ്ഷൻ നമുക്ക് ലഭിക്കണമെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ നമ്മൾ ഇവിടെ ഈ ഒരു ചാറ്റ് ഓപ്ഷനിൽ പോയതിനു ശേഷം ഇവിടെ ഈ സെർച്ച് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ സെർച്ച് ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിലായി നമ്മൾ ഈ ഒരു സെക്യൂരിറ്റി കോഡ്, ആ ഒരു സെക്യൂരിറ്റി പിൻ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
ഇങ്ങനെ നമ്മൾ കൊടുത്തിരിക്കുന്ന കറക്റ്റ് സെക്യൂരിറ്റി കോഡ് ഇവിടെ എൻ്റർ ചെയ്യുമ്പോൾ മാത്രമാണ് പിന്നീട് നമുക്ക് ഈ ലോക്ക് ചാറ്റ് എന്ന ഓപ്ഷൻ എല്ലാം കാണാൻ സാധിക്കുക. അപ്പോൾ വളരെ നല്ല ഒരു ഫീച്ചറാണിത്. നിങ്ങൾക്ക് ആരോടെങ്കിലുമായി ചാറ്റ് ചെയ്യുന്നത് ഇത് മറ്റുള്ളവർ അറിയേണ്ട എങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് അവരുടെ ചാറ്റെല്ലാം ലോക്ക് ചെയ്യാനും ആ ലോക്ക് ചെയ്തിരിക്കുന്ന ചാറ്റുകൾ ഇതാരും തന്നെ കാണേണ്ട എങ്കിൽ ലോക്ക് ചെയ്തിരിക്കുന്ന ചാറ്റ് ഇത് നിങ്ങൾക്ക് സെക്യൂരിറ്റി കോഡ് എല്ലാം കൊടുത്ത് അതിനുശേഷം നിങ്ങൾക്ക് ഇത് ഹൈഡ് ചെയ്ത് വെക്കാനും സാധിക്കും. ആ ഒരു സെക്യൂരിറ്റി കോഡ് കറക്റ്റായി കൊടുത്താൽ മാത്രമാണ് പിന്നീട് ഈ ലോക്ക് ചാറ്റ് എല്ലാം ഇവിടെ കാണിക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ 1 2 3 4 5 എന്ന് കറക്റ്റായി എൻ്റർ ചെയ്തപ്പോഴാണ് ലോക്ക് ചാറ്റ് എന്നത് ഇവിടെ വന്നിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ ടാപ്പ് ചെയ്ത് നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ ചാറ്റ് ഇത് നമുക്ക് കാണാനും അവരുമായി ചാറ്റ് ചെയ്യാനും എല്ലാം സാധിക്കും. എന്നാൽ നിങ്ങൾ ഇവിടെ കറക്റ്റായ എല്ലാ സെക്യൂരിറ്റി കോഡൊന്നും കൊടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ലോക്ക് ചാറ്റ് ഓപ്ഷൻ ലഭിക്കുകയുമില്ല. ഉദാഹരണമായി ഞാനിവിടെ 4 5 6 7 എന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലെല്ലാം കൊടുക്കുമ്പോൾ നമുക്ക് ആ ലോക്ക് ചാറ്റ് ഇവിടെ കാണിക്കില്ല. നമ്മൾ എന്താണോ സെക്യൂരിറ്റി കോഡ് കൊടുത്തിരിക്കുന്നത് ആ ഒരു സെക്യൂരിറ്റി കോഡ് കറക്റ്റായി ഇവിടെ എൻ്റർ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ലോക്ക് ചാറ്റ് എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്യുകയും അൺലോക്ക് ആവുകയും ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്